السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك العفو والعافية. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശർ അതിൻ്റെ തഫ്സീറാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലും ഉള്ളതുമെല്ലാം. അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് പക്ഷേ അതിൻ്റെ തസ്ബീഹ് എങ്ങനെയാണെന്നറിയില്ല. എല്ലാം റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു. എല്ലാം ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അവരെല്ലാവരും പറയുന്നു, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വഹുവൽ അസീസുൽ ഹകീം, അള്ളാഹു അവനാകുന്നു അൽ അസീസ്, അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവൻ, അങ്ങേയറ്റത്തെ പ്രതാപവും അന്തസ്സുമുള്ളവൻ. അസീസ് എന്നതിന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരണം പറഞ്ഞു, ഐ മനീഉൽ ജനാബ്, ഒരാൾക്കും തോൽപ്പിക്കാനോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കാത്ത വണ്ണം അങ്ങേയറ്റം മഹത്വമുള്ളവൻ, പ്രതാപമുള്ളവൻ. അൽ ഹകീമു, എന്നാൽ ഫീ ഖദരിഹി വ ശർഇഹി, അവൻ വിധിച്ച കാര്യങ്ങളിലും അവൻ മതനിയമമാക്കിയ കാര്യത്തിലുമെല്ലാം അവൻ അങ്ങേയറ്റം ഹക്കീമാണ്, ഹിക്മത്തുള്ളവനാണ്. അതെല്ലാം യുക്തിഭദ്രമാണ്. അതിലൊന്നിൽ പോലും വേണ്ടാത്ത കാര്യങ്ങളില്ല, തെറ്റായ കാര്യങ്ങളില്ല. ഹുവല്ലദീ, ഇങ്ങനെയുള്ള അള്ളാഹു അവൻ തന്നെയാകുന്നു, അഖ്റജല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി മിൻ ദിയാരിഹിം ലിഅവ്വലിൽ ഹശർ. അഖ്റജ, അവനാകുന്നു പുറത്താക്കിയത്. അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബിൽപ്പെട്ട കാഫറുകളെ. മുൻപ് അള്ളാഹു കിതാബ് നൽകിയ സമുദായങ്ങൾ, യഹൂദി നസ്രാനികൾ, അവരെയാണ് അഹ്ലുൽ കിതാബ് എന്ന് പറയുക. അവരിലെ കാഫറുകളെ, ഇവിടെ ഉദ്ദേശം ബനു നദീർ ഗോത്രത്തിൽപ്പെട്ട മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളെയാണ്. അവനാകുന്നു പുറത്താക്കിയത്. മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന്. ലിഅവ്വലിൽ ഹശർ, ഒന്നാമത്തെ ഹശറിൽ, ഒന്നാമത്തെ ഒരുമിച്ചു കൂട്ടലിൽ അവരെ അള്ളാഹുവാണ് പുറത്താക്കിയത്. ഇമാം ഇബ്നു കസീർ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖദിമൽ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, ഹാദനഹും വഅതാഹും അഹ്ദൻ വദിമ്മതൻ അലാ അല്ലാ യുഖാതിലഹും വലാ യുഖാതിലൂഹ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഈ യഹൂദികളുമായി അവിടുന്ന് കരാറിലേർപ്പെട്ടു. അവർക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ഏത് നിബന്ധനയിന്മേൽ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യുകയില്ലെന്നും നബിയും സഹാബിമാരും അവരോടും യുദ്ധം ചെയ്യുകയില്ലെന്നുമുള്ള കരാറിൽ. ഫനഖദുൽ അഹ്ദ അല്ലദീ കാന ബൈനഹും വബൈനഹു, എന്നാൽ പിന്നീട് ഈ ബനൂ നദീർ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരും തമ്മിലുണ്ടായിരുന്ന കരാർ ലംഘിച്ചു. അവർ അവരുടെ വാക്ക് തെറ്റിച്ചു. ഫഅഹല്ലല്ലാഹു ബിഹിം ബഅസല്ലദീ ലാ മറദ്ദ ലഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുമേൽ റബ്ബിന്റെ ശിക്ഷ ഇറക്കി. അള്ളാഹുവിൻ്റെ അദാബ് എന്നാൽ ചിലത് അവൻ്റെ പടപ്പുകളെ കൊണ്ടാണ് ശിക്ഷിക്കുക,
അതിൽപ്പെട്ടതാണിത്. അള്ളാഹുവിൻ്റെ ബഅസ്, അവൻ്റെ ശിക്ഷ വന്നാൽ ലാ മറദ്ദ ലഹു, അതിനെ തടുത്തു നിർത്താൻ ഒന്നിനും ആരെക്കൊണ്ടും സാധ്യമല്ല. വഅൻസലഹു അലൈഹിം ഖദാഅഹു അല്ലദീ ലാ യുസദ്, അള്ളാഹു അവൻ്റെ വിധി അവർക്ക് മേലിറക്കി. അവൻ്റെ വിധി എങ്ങനെയാണ്? അവൻ വിധിച്ചു കഴിഞ്ഞാൽ ലാ യുസദ്, അത് തടയാൻ ആർക്കും സാധ്യമല്ല. ഫഅജ്ലാഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ അനുമതിയോടെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. വഅഖ്റജഹും മിൻ ഹുസൂനിഹിമുൽ ഹസീന, അവരുടെ ഭദ്രമായ കോട്ടയിൽ നിന്ന്, അവരുടെ കോട്ടകളിൽ നിന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുറത്തിറക്കി. അല്ലതീ മാ തമിഅ ഫീഹൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളാകട്ടെ അതവർക്ക് സാധിക്കുമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്രയും ഭദ്രമായിരുന്നു ബനൂ നദീറിന്റെ കോട്ടകൾ. വളന്നൂഹും, അവരാകട്ടെ യഹൂദികളാകട്ടെ അവരും കരുതി അന്നഹാ മാനിഅതുഹും മിൻ ബഅസില്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ അവരുടെ കോട്ടകൾക്ക് കഴിയുമെന്ന്. കോട്ടക്കകത്തിരുന്നാൽ പിന്നെ ഒന്നും സംഭവിക്കുകയില്ലെന്ന് അവരും കരുതി. ഫമാ അഗ്നാ അൻഹും മിനല്ലാഹി ശൈഅ, ഇബ്നു കസീർ പറയുന്നു റഹിമഹുല്ലാഹ്, എന്നാൽ അത് അവർക്ക് യാതൊരു ഉപകാരവും വരുത്തിയില്ല, അവർക്കൊരു പ്രയോജനവും ചെയ്തില്ല. വജാഅഹും മിനല്ലാഹി മാ ലം യകുൻ ബിബാലിഹിം, അവരുടെ വിദൂര പ്രതീക്ഷയിൽ പോലും ഇല്ലാതിരുന്ന, അവരുടെ ചിന്തയിൽ പോലും ഇല്ലാതിരുന്നതാണ് അവർക്ക് വന്നത്. വസയ്യറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ധിക്കാരവും വഞ്ചനയും കരാർ ലംഘനവും കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരവിടെ നിന്ന് നീക്കി. വഅജ്ലാഹും മിനൽ മദീന, മദീനയിൽ നിന്ന് അവരെ ഒന്നാകെ നാടുകടത്തി. ആരെ? ബനൂ നദീർ ഗോത്രത്തെ. ഇതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞത്? മാ വനന്തും അൻ യഖ്റുജു, നിങ്ങൾ കരുതിയിരുന്നില്ല അവർ പോകുമെന്ന്. വദന്നു, അവർ കരുതി, ഈ ബനൂ നദീർ ഗോത്രം കരുതി, അന്നഹും മാനിഅതുഹും ഹുസൂനുഹും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവരെ അവരുടെ കോട്ടകൾ തടുത്തു നിർത്തുമെന്ന്. വദന്നു, അവർ കരുതി, അന്നഹും മാനിഅതുഹും, അവരെ സംരക്ഷിക്കുമെന്ന്, അവരെ പ്രതിരോധിക്കുമെന്ന്, ഹുസൂനുഹും, അവരുടെ കോട്ടകൾ, മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്. പക്ഷേ ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു, അല്ലാഹു അവന്റെ കാര്യം കൊണ്ടുവന്നു. മിൻ ഹൈസു ലം യഹ്തസിബു, അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അവൻ അവരിലേക്ക് ചെന്നു. അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവരിലേക്ക് ചെന്നു. വഖദഫ ഫീ ഖുലൂബിഹിം അർറുഅബ, അവരുടെ കൽബുകളിൽ അല്ലാഹു ഇട്ടുകൊടുത്തു. വഖദഫ, റബ്ബ് ഇട്ടുകൊടുത്തു. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ അർറുഅബ, പേടിയിട്ട് കൊടുത്തു, ഭയമിട്ട് കൊടുത്തു. യുഖ്രിബൂന ബുയൂതഹും, അങ്ങനെ അവരതാ യുഖ്രിബൂൻ, അവർ കേടുവരുത്തുന്നു, പൊളിക്കുന്നു. ബുയൂതഹും, അവരുടെ വീടുകൾ, അവരുടെ സ്വന്തം ഭവനങ്ങൾ. ബി ഐദീഹിം, അവരുടെ കൈകൾ കൊണ്ടും. വൈദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും. ഫഅതബിറൂ യാ ഉലിൽ അബ്സാർ, അതുകൊണ്ട് ഉൾക്കാഴ്ചയുള്ളവരെ, ബുദ്ധിയുള്ളവരെ, ഫഅതബിറൂ, ഗുണപാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, ബസീറത്തുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ, ബുദ്ധിയുള്ളവരെ. ഇബ്നു കസീർ പറയുന്നു, അങ്ങനെ മദീനയിൽ നിന്നവരെ പുറത്താക്കി. ഫകാന മിൻഹും ത്വായിഫത്തുൻ ദഹബൂ ഇലാ അദ്രിആത്ത് മിൻ അആലി ശാം, അങ്ങനെ അവരിൽ നിന്ന് ഒരു വിഭാഗം അദ്രിആത്ത് എന്ന ഷാമിലെ പ്രദേശത്തേക്ക് പോയി. ഷാമിൽ പ്രദേശത്തെ ഒരു ഉയർന്ന സ്ഥലം, അതാണ് അദ്രിആത്ത്. ഷാം എന്നാൽ അള്ളാഹു ബറക്കത്ത് നൽകിയ നാടാണ് ഷാം എന്ന നാട്. ഇന്ന് സിറിയയും ലുബ്നാൻ അഥവാ ലബനോനും അൽ ഉർദുൻ എന്ന അറബിയിൽ പറയുന്ന ജോർദാൻ എന്ന നാട്, അതുപോലെ ഫിലസ്തീൻ, അതുപോലെ യഹൂദികൾ അവർ അന്യായമായി കൈയടക്കി വെച്ചിട്ടുള്ള പ്രദേശം, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പഴയകാലത്തെ ബിലാദുഷാം, വിശാലമായ പ്രവിശാലമായ ഷാം, അള്ളാഹുവിൻ്റെ ഒരുപാട് നബിമാരുടെ നാട്. ഖുദ്സ് ഉൾക്കൊള്ളുന്ന, അൽ മസ്ജിദുൽ അഖ്സ ഉൾക്കൊള്ളുന്ന ഷാം പ്രദേശം അള്ളാഹു ആ നാട്ടിന് ബർക്കത്ത് നൽകിയിട്ടുണ്ടെന്ന് ഖുർആനിൽ തന്നെ കാണാം. വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ഇബ്രാഹിം നബിയെയും ലൂത്തിനെയും നാം ലോകർക്ക് ബർക്കത്ത് നൽകിയിട്ടുള്ള ഒരു നാട്ടിലേക്ക് രക്ഷപ്പെടുത്തി. ഷാമാണ് അവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഷാമിന് മുകളിൽ
അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അവരുടെ ചിറകുകൾ വിരിച്ചു വച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. എന്നാൽ സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഷാമിനെക്കുറിച്ച് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ അതിവിടെ സൂചിപ്പിക്കുന്നു, വഹിയ അർദുൽ മഹ്ശരി വൽ മൻശർ. വഹിയ അർദുൽ മഹ്ശരി വൽ മൻശർ. ആളുകൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക ആ സ്ഥലത്തായിരിക്കും. ഷാമാണ് മഹ്ശറായി മാറുക. ഷാം പ്രദേശമാണ്, ഇന്നത്തെ ഷാം പ്രദേശമാണ് മഹ്ശറായി മാറുക എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇബ്നു കസീർ അത് സൂചിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ആയത്തിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടെന്നാണ് ഇബ്നു കസീറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത്. അവ്വലിൽ ഹഷർ, ഒന്നാമത്തെ ഹഷറിന് വേണ്ടി, ഒന്നാമത്തെ ഒരുമിച്ച് കൂട്ടലിന് വേണ്ടി അവരെ മദീനയിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത് അള്ളാഹു എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന അർദുൽ മഹ്ശറിലേക്കാണ് അവർ ചെന്നത്. വമിൻഹും തായിഫത്തുൻ ദഹബു ഇലാ ഖൈബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇബ്നു കസീർ പറയുന്നു, അവരിൽ നിന്നൊരു വിഭാഗം മദീനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അവരെവിടേക്ക് ചെന്നു? ഖൈബറിലേക്ക് ചെന്നു. പിന്നീട് അഹ്സാബ് യുദ്ധത്തിന് ശേഷം ഖൈബറിലും അവരവരുടെ തോന്നിവാസം തുടർന്നതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഖൈബറും കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഖൈബറിൽ നിന്ന് നബി അവരെ പൂർണ്ണമായി പുറത്താക്കിയില്ല, മറിച്ച് അവരുമായി കരാറിലേർപ്പെട്ടു. അവർ അവരുടെ കൃഷിയിൽ നിന്ന് ഒരു നിശ്ചിത അളവ് മുസ്ലിമീങ്ങൾക്ക് നൽകുമെന്ന കരാറിൽ അവരെ ഖൈബറിൽ തന്നെ താമസിപ്പിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് പ്രകാരം പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് അവരെ പൂർണ്ണമായും ഖൈബറിൽ നിന്നും നീക്കുകയുണ്ടായി. അങ്ങനെ ഈ ബനൂ നദീർ ഗോത്രം ഖൈബറിലേക്ക് ചെന്നു. وكان قد أنزلهم منها على أن لهم ما حملت إبلهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബനൂ നദീർ ഗോത്രത്തെ പുറത്താക്കുമ്പോൾ അവർക്ക് അനുമതി കൊടുത്തിരുന്നു. എന്താണ്? യുദ്ധമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർ അള്ളാഹു അവരുടെ കൽബുകളിൽ പേടിയിട്ട് കൊടുത്തത് കാരണത്താൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യരുത്, ഞങ്ങളെ പോകാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോകാൻ അനുവദിച്ചു. അനുവദിക്കുമ്പോൾ നബി അവർക്ക് അനുമതി കൊടുത്തു. എന്താണ്? കൊണ്ടുപോകാം, അവരുടെ ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം എന്ന് അനുമതി കൊടുത്തു. فكانوا يخربون ما في بيوتهم من المنقولات التي لا يمكن أن تحمل معهم. അവരെന്ത് ചെയ്തിരുന്നു? അവർക്ക് വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കാത്ത അവരുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞതുപോലെ നല്ല വാതിലാണെന്ന് കണ്ടപ്പോൾ അതൊന്നാകെ ഇളക്കിയെടുത്തിട്ട് അവർ കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ അവർ തന്നെ അവരുടെ വീടുകൾ തകർത്തു കളഞ്ഞു. വലിഹാദാ ഖാല തആല, ഇതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് യുഖ്രിബൂന ബുയൂതഹും ബിഐദീഹിം, അവരുടെ വീടുകൾ അവരുടെ കൈകൊണ്ട് അവർ പൊളിച്ചു കളയുന്നു. വൈദിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടെ കൈകൾ കൊണ്ടും. ഫഅതബിറു, പാഠം ഉൾക്കൊള്ളൂ. യാ ഉലിൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരെ. ഇബ്നു കസീർ പറയുന്നു, ഐ തഫക്കറു, ചിന്തിക്കൂ. ഫി ആഖിബതി മൻ ഖാലഫ അംറല്ലാഹ് വഖാലഫ റസൂലഹ് വകദ്ദബ കിതാബഹ്. എന്താണ് അവസാനമുണ്ടായത്? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിച്ചവർക്ക്, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവർക്ക്, അവൻ്റെ റസൂലിനെ അനുസരിക്കാത്തവർക്ക്, അവൻ്റെ കിതാബിനെ നിഷേധിച്ചവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പാഠം ഉൾക്കൊള്ളൂ. ഇതാണ് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ധിക്കരിക്കുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള അദാബ്, ശിക്ഷ, അപമാനം, അതാണ് അവരെ കാത്തിരിക്കുന്നത്. അത് ഏത് നിലക്കായാലും നമ്മൾ നന്നായി സൂക്ഷിക്കുക. അള്ളാഹു ഈ പറയുന്നത് നമ്മളോടും കൂടിയാണ്. ഫഅതബിറു യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ളവരെ, ഉൾക്കാഴ്ചയുള്ളവരെ, പാഠം ഉൾക്കൊള്ളൂ. കൈഫ യഹില്ലു ബിഹിം മിൻ ബഅസിഹിൽ മുഖ്സി ലഹു ഫിദ്ദുനിയ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അവരപമാനിച്ച് കളയുന്ന ദുനിയാവിലെ ശിക്ഷ അവർക്കിറങ്ങിയത്? എന്നാൽ ഇവിടം കൊണ്ട് തീരുമോ? മഅമാ യദ്ഖറുഹു ലഹു ഫിൽ ആഖിറതി മിനൽ അദാബിൽ അലീം, പരലോകത്താകട്ടെ വേദനേറിയ അള്ളാഹുവിൻ്റെ അദാബ് അവൻ അവർക്കവിടെ ബാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ഫഅതബിറു യാ ഉലിൽ അബ്സാർ. ഇതാണ് ബനൂ നദീർ ഗോത്രത്തിൻ്റെ സംഭവം.
ഈ സംഭവം നടന്നത് ബദർ യുദ്ധത്തിന് ശേഷം 6 മാസത്തിന് ശേഷമാണ് ഇത് നടന്നതെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സഹീഹിൽ ചില താബികളിൽ നിന്ന് ഉർവ ഇബ്നു സുബൈർ റഹിമഹുല്ലാ എന്ന താബിയിൽ നിന്ന് റിവായത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗലാ അൻ കതബല്ലാഹു അലൈഹിമുൽ ജലാഅ ലഅദ്ദബഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗലാ അൻ കതബല്ലാഹു അലൈഹിം അൽ ജലാഅ, വലൗലാ ഇല്ലായിരുന്നുവെങ്കിൽ, അൻ കതബല്ലാഹു അലൈഹിം അല്ലാഹു അവർക്കുമേൽ എഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു അവർക്ക് വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അൽ ജലാഅ, ജലാ എന്നാൽ പുറത്താക്കി നാട് കടത്തുക, അതിനാണ് ജലാ എന്ന് പറയുക. അതാണ് അല്ലാഹു അവർക്ക് വിധിച്ചത്. അത് അവർക്ക് അല്ലാഹു വിധിച്ചിരുന്നില്ലെങ്കിൽ ലഅദ്ദബഹും ഫിദ്ദുനിയ, അതവർക്കുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അല്ലാഹു അവരെ ദുനിയാവിൽ ശിക്ഷിക്കുമായിരുന്നു. ഇത് മാത്രമല്ല, അല്ലാഹുവിൻ്റെ അദാബ് ഒരു ഇനം മാത്രമല്ല, പല പല ഇനങ്ങളിൽ. നമുക്കിന്ന് സുഖമായി തോന്നുന്ന അതേ കാര്യം നാളെ നമുക്ക് അദാബാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നസ്അലുല്ലാഹൽ ആഫിയ. നമ്മളിന്ന് അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവും, അത് നാളെ നമുക്ക് നേരെ തിരിച്ച് അദാബായി മാറിയേക്കാം. ഒരാൾ അയാളുടെ കരളിൻ്റെ കഷ്ണത്തെ പോലെ സ്നേഹിക്കുന്ന സന്താനം നാളെ അയാൾക്ക് ഏറ്റവും വലിയ പ്രയാസമായി മാറിയേക്കാം. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കഴിവുള്ളവനാണ് ഏത് കാര്യത്തിനും. അല്ലാഹു ഏതിനും കഴിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവർക്ക് നാടുകടത്തൽ വിധിച്ചില്ലായിരുന്നുവെങ്കിൽ ലഅദ്ദബഹും ഫിദ്ദുനിയ, അവരെ അല്ലാഹു വേറെ നിലക്ക് ശിക്ഷിക്കുമായിരുന്നു. ഇബ്നു കസീർ പറയുന്നു, ലകാന ലഹും ഇൻദല്ലാഹി അദാബുൻ ആഖർ, അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് വേറെ അദാബ് ഉണ്ടായേക്കാം. മിനൽ ഖത്ലി, അവരെ യുദ്ധത്തിൽ തന്നെ അവരെ കൊലപ്പെടുത്തുക പോലെ, വസബി, അവരടിമകളാക്കപ്പെടുക പോലെ, വനഹ്വി ദാലിക, അതുപോലുള്ളത് അവർക്ക് വന്നേക്കാം, അവർക്ക് വരും. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അള്ളാഹു അവരെ ശിക്ഷിക്കുമെന്നാണ് അവൻ പറയുന്നത്. അള്ളാഹുവിനറിയാം എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാത്ത കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കുമെന്നും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അല്ലാഹു യഅലമു മാ കാന വമാ യകൂനു വമാ ലാ യകൂനു കൈഫ യകൂനു ഇദാ കാന. അങ്ങനെ പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഇത്. അല്ലാഹു അലം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, പരലോകത്ത് നരകവാസികളായ ആളുകൾ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ ഞങ്ങളെ തിരിച്ചൊന്ന് മടക്കണമേ, ഞങ്ങൾ നന്നായിക്കോളാം. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞെന്താ? വലൗ റുദ്ദൂ ലആദു, അവരെ എങ്ങാനും അള്ളാഹു തിരിച്ച് ദുനിയാവിലേക്ക് മടക്കിയിരുന്നെങ്കിൽ ലആദു, അവർ ഇതിലേക്ക് തന്നെ, നേരത്തെ ഉണ്ടായിരുന്നതിലേക്ക് തന്നെ തിരിച്ചു പോകുമായിരുന്നു. നോക്കൂ, അത് മഹാലാണ്, മുസ്തഹീലാണ്. അഥവാ അള്ളാഹു ഒരിക്കലും തിരിച്ചു മടക്കുകയില്ല. അജൽ വന്നാൽ, ആയുസ്സെത്തിയാൽ, മരണമെത്തിയാൽ തിരിച്ചു പോക്കില്ല. പരലോകത്തെത്തിയാൽ വീണ്ടും ദാറു അമലായ അമൽ ചെയ്യാൻ, നന്നാവാൻ ഇനിയും അവസരം തീർന്നിട്ടില്ലാത്ത ഈ ദുനിയാവിലേക്ക് അള്ളാഹു തിരിച്ചു മടക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ അങ്ങനെ മടക്കിയിരുന്നുവെങ്കിൽ ആളുകൾ എന്താകുമായിരുന്നു? അതും ആർക്കറിയാം? റബ്ബിനറിയാം. അല്ലാഹു യഅലമു മാ കാന വമാ യകൂനു വമാ ലാ യകൂനു കൈഫ യകൂനു ഇദാ കാന. അതും അല്ലാഹുവിന് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു അവരെ ഈ നാടുകടത്തൽ അവർക്ക് വിധിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിലും അല്ലാഹു അവരെ ദുനിയാവിൽ ശിക്ഷിക്കുമായിരുന്നു. വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ, നഊദു ബില്ലാഹി മിൻ അദാബിൻ നാർ. അവർക്കുണ്ട് ഫിൽ ആഖിറതി, ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ, പരലോകത്ത് അദാബുൻ നാർ, നരകത്തിന്റെ അദാബ്, നരകശിക്ഷ അവർക്കുണ്ട്. അതിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുകയാണ്, വലഹും ഫിൽ ആഖിറതി അദാബുൻ നാർ, അവർക്ക് നരകശിക്ഷയുണ്ട്. ഇത് ദുനിയാവിലെ ശിക്ഷയുടെ കൂടെ ഉള്ളതാണ് നരകത്തിലെ ശിക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ദാലിക ബിഅന്നഹും ശാഖുല്ലാഹ വറസൂലഹു, ദാലിക ബിഅന്നഹും, കാരണം അവർ ശാഖുല്ലാഹ, അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചു, വറസൂലഹു, അവന്റെ റസൂലിനോടും, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും അവർ എതിർ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത്.
ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അദാബുള്ളത്. ومن يشاق الله فإن الله شديد العقاب. ആരെങ്കിലും അല്ലാഹുവിനോട് എതിർ പ്രവർത്തിച്ചാൽ فإن الله شديد العقاب, അല്ലാഹു തീർച്ചയായും ഷദീദുൽ ഇഖാബാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അവൻ്റെ അദാബ് വളരെ കടുത്തതാണ്, നമുക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എൻ്റെ അടിമകളെ വിവരം അറിയിക്കുക, ഞാനാണ് ഗഫൂറും റഹീമും എന്ന്, ഏറെ പൊറുക്കുന്നവനും ഏറെ റഹ്മത്ത് ചൊരിയുന്നവനും ഞാനാണെന്ന്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് തന്നെയാണ് വേദനയേറിയ ശിക്ഷയെന്നും അവരെ വിവരം അറിയിക്കുക. ഇബ്നു കസീർ പറയുന്നു, ഐ ഇന്നമാ ഫഅലല്ലാഹു ബിഹിം ദാലിക വസല്ലത അലൈഹിം റസൂലഹു വഇബാദഹുൽ മുഅ്മിനീൻ. അല്ലാഹു അവരെ ഇങ്ങനെ ചെയ്തത്, ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട യഹൂദികളെ അല്ലാഹു ഇങ്ങനെ ചെയ്തത്, അവർക്കുമേൽ അവൻ്റെ റസൂലിനും മുഅ്മിനുകൾക്കും വിജയവും അധികാരവും കൊടുത്തത് ലിഅന്നഹും ഖാലഫുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അവർ എതിർത്തു, അല്ലാഹുവിനോടും റസൂലിനോടും എതിർ പ്രവർത്തിച്ചു. വകദ്ദബൂ ബിമാ അൻസലല്ലാഹു അലാ റസൂലിഹിൽ മുതഖദ്ദിമീൻ, മുൻകഴിഞ്ഞ നബിമാർക്ക് അല്ലാഹു അവതരിപ്പിച്ചതിൽ അവർ നിഷേധിച്ചു, അതിനെ അവർ നിഷേധിച്ചു. മുൻകഴിഞ്ഞ നബിമാർക്ക് അല്ലാഹു അവതരിപ്പിച്ച കാര്യമാണ് ഫിൽ ബിശാറത്തി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ബിശാറ, സന്തോഷ വാർത്ത. അതാർക്കറിയാം? യഹൂദികൾക്കറിയാം. വഹും യഅരിഫൂന ദാലിക്, അവർക്കതറിയാമായിരുന്നു. കമാ യഅരിഫൂന അബ്നാഅഹും, ആരറിയുന്നത് പോലെ? മക്കളറിയുന്നത് പോലെ. എന്താ മക്കളറിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, കാരണം മക്കളെ അവരുടെ പിതാക്കൾക്ക് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും ഏത് കൂട്ടത്തിൽ വെച്ച് കണ്ടാലും മാറിപ്പോവില്ല. എങ്ങനെ കണ്ടാലും എത്ര കാലം കഴിഞ്ഞ് കണ്ടാലും മക്കളെ മാറിപ്പോവില്ല എന്നാണ്. എന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വ്യക്തമായ വിശേഷണങ്ങൾ അവരുടെ കിതാബിലുണ്ട്. നബിയെ കണ്ടാൽ ഇത് ആ കിതാബിൽ പറഞ്ഞ ആൾ തന്നെയാണോ എന്നൊരു സംശയം തോന്നാത്ത നിലക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് മക്കളറിയുന്നത് പോലെ അവർക്ക് നബി അറിയാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പക്ഷേ അവരവരുടെ അറബികളോടുള്ള അസൂയയും അവരുടെ അഹങ്കാരവും കാരണത്താൽ അവരത് നിഷേധിച്ചു. ഈമാനിനുള്ള തൗഫീഖ് അവരിൽ വളരെ കുറച്ചു പേർക്കല്ലാതെ കിട്ടിയില്ല. അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ചിലർക്ക് മാത്രമേ യഹൂദികളിൽ നിന്ന് ഇസ്ലാമിലേക്ക് തൗഫീഖ് കിട്ടിയിട്ടുള്ളൂ. അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ വളരെ കുറവാണ്. എല്ലാ കാലത്തും ഇസ്ലാം സ്വീകരിച്ചവർ വളരെ കൂടുതലാണ്. അഹ്ലുൽ കിതാബിലെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ അഥവാ നസ്രാനികളിൽപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. മാ ഖതഅതും മിൻ ലീനത്തിൻ, മാ ഖതഅതും നിങ്ങൾ മുറിച്ചിട്ടില്ല, മിൻ ലീനത്തിൻ ഒരു ഈത്തപ്പനത്തടിയും. ലീന എന്നാൽ നല്ല ഇനത്തിൽപ്പെട്ട ഈത്തപ്പനയാണ് ഉദ്ദേശം. അത് നിങ്ങൾ മുറിച്ചിട്ടില്ല. ഔ അല്ലെങ്കിൽ തറക്തുമൂഹ നിങ്ങൾ അതിനെ വിട്ടേച്ചിട്ടില്ല, ഖായിമത്തൻ നേരെ നിൽക്കുന്നതായി, അഥവാ മുറിക്കാതെ വിട്ടിട്ടില്ല മുറിച്ചിട്ടുമില്ല, അല ഉസൂലിഹ അതിൻ്റെ വേരുകളിൽ, അഥവാ നിങ്ങൾ മുറിച്ചിട്ടില്ല, നിങ്ങൾ മുറിക്കാതെ അതിൻ്റെ വേരുകളിൽ നിൽക്കാനായി ഈത്തപ്പനകൾ വിട്ടിട്ടുമില്ല. ഫബി ഇദ്നില്ല അള്ളാഹുവിൻ്റെ അനുമതിയോടെ അല്ലാതെ. മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാ. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ആശയം ശരി തന്നെ, പക്ഷേ നേർക്ക് നേരെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ല. മാ ഖതഅതും മിൻ ലീനത്തിൻ നിങ്ങൾ ഏത് ഈത്തപ്പനത്തടി വിട്ടേച്ചിട്ടുണ്ടോ, ഏത് ഈത്തപ്പനത്തടി മുറിച്ചിട്ടുണ്ടോ, ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ അല്ലെങ്കിൽ അവയെ അതിൻ്റെ വേരുകളിൽ നിങ്ങൾ വിട്ടേച്ചിട്ടുണ്ടോ, ഫബിഇദ്നില്ലാ അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ്. അങ്ങനെയാണ് അതിൻ്റെ നേർക്ക് നേരെ വാക്കർത്ഥം. വലിയുഖ്സിയൽ ഫാസിഖീൻ അതുപോലെ വലിയുഖ്സിയ അപമാനിതരാക്കാൻ വേണ്ടി അൽ ഫാസിഖീൻ ഫാസിഖുകളെ അള്ളാഹു അപമാനിതരാക്കാൻ വേണ്ടി, അള്ളാഹു അവരെ അപമാനിക്കാൻ വേണ്ടി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാത്തവരാണ് ഫാസിഖുകൾ എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ബനൂ നദീർ ഗോത്രത്തിൻ്റെ കോട്ട ഉപരോധിക്കുന്ന ആ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൽപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഈത്തപ്പന തടികൾ മുറിച്ചു കളയാനും
കത്തിച്ചു കളയാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചിരുന്നു. ഇതും കൂടി ആയപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പേടിയും ഭീതിയും വരികയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിക്കും സഹാബത്തിനും കീഴടങ്ങുകയും ചെയ്യുകയുണ്ടായി. അത് അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, عن ابن عمر أن رسول الله صلى الله عليه وسلم قطع نخل بني النضير وحرق. ബനൂ നദീർ ഗോത്രത്തിൻ്റെ ഈത്തപ്പനത്തടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചു കളയുകയും അതുപോലെ കത്തിച്ചു കളയുകയും ചെയ്തു. സഹാബത്തിനോട് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. യഥാർത്ഥത്തിൽ സാധാരണ നിലക്ക് ഇത് പാടില്ലാത്തതാണ്. എന്നാൽ ഈ അവരെ ഉപരോധിച്ച് അവരെ പരാജയപ്പെടുത്തേണ്ടത് വലിയ ഖൈർ അതിലുള്ളത് കൊണ്ട്, അവരുടെ ഷർറ് വളരെ വലുതായതുകൊണ്ട് ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അനുവദിച്ചു കൊടുത്തു. ഇതുപോലുള്ള മസ്ലഹത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അനുവദിക്കുകയുണ്ടായി. എന്നിട്ട് അതിനെക്കുറിച്ചാണ് അല്ലാഹു ഈ പറഞ്ഞത്, മാ ഖതഅതും മിൻ ലീനത്തിൻ, നിങ്ങൾ ഈത്തപ്പനത്തടി ഏത് മുറിച്ചിട്ടുണ്ടോ, ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ, അല്ലെങ്കിൽ അതിൻ്റെ വേരുകളിന്മേൽ നിൽക്കാൻ അതിനെ മുറിക്കാതെ വിട്ടിട്ടുണ്ടോ, ഫബീദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതിയോടെയാണ്. വലിയുഖ്സിയൽ ഫാസിഖീൻ, ആ ഫാസിഖുകളെ ധിക്കാരികളെ അപമാനിക്കുവാനും വേണ്ടിയാണ്. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള കാരണം? ഇബ്നു കസീർ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുറിക്കാനും കത്തിക്കാനും കൽപ്പിച്ചപ്പോൾ, ഇത് യഹൂദികളാണല്ലോ, മുശ്രിക്കുകളെ പോലെ വിവരമില്ലാത്തവരല്ല, പിന്നെയോ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഫബഅസ ബനൂ നദീർ ചിലരെ പറഞ്ഞയച്ചു, യഖൂലൂന ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് പറയാൻ, ഇന്നക തൻഹ അനിൽ ഫസാദ്, നിങ്ങൾ ഫസാദ് വിലക്കുന്ന ആളല്ലേ, കുഴപ്പം വിലക്കുന്ന ആളല്ലേ, ഫമാ ബാലുക തഅമുറു ബിഖത്ഇൽ അസ്ജാർ, പിന്നെന്താ ഇതൊക്കെ മുറിച്ചളയാൻ കൽപ്പന കൊടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയത്തൽ കരീമ, അപ്പോൾ അല്ലാഹു ഈ ആയത്ത്, ഈ കരീമത്തായ ആയത്ത് അവതരിപ്പിച്ചു. ഫസാദ് ഏതാ ഖൈർ ഏതാണ് തീരുമാനിക്കേണ്ടത് അല്ലാഹുവാണ് തീരുമാനിക്കേണ്ടത്. അവൻ്റെ ദീൻ നിഷേധിക്കുക, അവനെയും അവൻ്റെ റസൂലിനോടും എതിർ പ്രവർത്തിക്കുക, മുഅ്മിനീങ്ങളെ ദ്രോഹിക്കുക, ഇതിനേക്കാളും വലിയ ഫസാദ് ഏതാ ഉള്ളത്? അപ്പോൾ അഫ്സദുന്നാസ്, ഫസാദിൻ്റെ തലവന്മാർ ഫസാദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അല്ലാഹു ആയത്തിറക്കി, ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയത്തൽ കരീമ, അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു. ഐ മാ ഖതഅതും മിൻ ലീനത്തിൻ വമാ തറക്തും മിനൽ അസ്ജാരി ഫൽജമീഉ ബിഇദ്നിഹി, നിങ്ങൾ മുറിച്ചതും മുറിക്കാതെ വിട്ടതുമെല്ലാം അല്ലാഹുവിൻ്റെ അനുമതിയോടെയും വബിമശീഅതിഹി വഖദ്രിഹി വറിദാഹ്, അല്ലാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചും അവൻ്റെ തീരുമാനമനുസരിച്ചും അവൻ്റെ കഴിവനുസരിച്ചും അവൻ്റെ തൃപ്തിയോടെയുമാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, വഫീഹി നികായത്തും ബിൽ അദുവി, ഇതിൽ അവരെ അങ്ങേയറ്റം തോൽപ്പിച്ച് കളയുന്ന ഒരായത്താണിത്. മുറിച്ചിട്ടുണ്ടോ, ഫബീദ്നില്ലാഹ്, അള്ളാഹിൻ്റെ അനുമതിയോടെയാണ്. അതുപോലെ വഖിസ്യുൻ ലഹും, അവർക്കുള്ള അപമാനമുണ്ട് ഈ ആയത്തിൽ. വഇർഗാമുൽ ലിഉനൂഫിഹിം, അവരുടെ ന്യായങ്ങളെ പൊളിച്ചു കളയുന്ന, അവരെ പരാജയപ്പെടുത്തുന്ന കാര്യമുണ്ട് അള്ളാഹുവിൻ്റെ ഈ ആയത്തിൽ. അതാണ് അള്ളാഹു പറഞ്ഞത്, മാ ഖതഅതും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹാ ഖായിമതൻ അലാ ഉസൂലിഹാ ഫബിഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ. ശ്രദ്ധിക്കുക, ഇനി അടുത്ത ഈ സൂറത്തിലെ ആയത്തുകൾ ചില അഹ്കാമുകൾ അതിൽ അടങ്ങിയിരിക്കുന്നു, ചില ഫഖഹിയായതും ഒക്കെ ആയ ചില വിധി വിലക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈരിൻ വലാ റികാബിൻ വലാകിൻ അല്ലാഹ യുസല്ലിതു റസൂലഹു അലാ മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. വമാ അഫാ അല്ലാഹു എന്താണോ ഫൈ ആയി കൊടുത്തത്, ഫൈ എന്ന് പറയുന്നത് ഒരു യുദ്ധാർജിത സ്വത്തിൻ്റെ ഒരു ഇനമാണ്. ഗനീമത്ത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, യുദ്ധാർജിത സ്വത്ത്. ഒരു ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന യുദ്ധത്തിൽ കുഫാറുകളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വത്ത്, അതിനാണ് ഗനീമത്ത് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് 5 മസാരിഫുകളിൽ ചെലവഴിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് 5 അവകാശികളാണ് അതിനുള്ളത്, 5 മസ്രിഫുകൾ. സൂറത്തുൽ അംഫാലിൽ അല്ലാഹു അത് പറഞ്ഞിട്ടുണ്ട്, ഈ സൂറത്തിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംഫാലിലും ഈ സൂറത്തിലും
ഇതിൽ ഫൈഇനെ കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു, അംഫാലിൽ ഗനീമത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. ഫൈഉം ഗനീമത്തും തമ്മിലുള്ള വ്യത്യാസം, ഫൈ എന്നാൽ ബനൂ നദീർ ഗോത്രത്തിൻ്റെത് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയതുപോലെ കിട്ടലാണ് ഫൈ. കാരണം ഇവിടെ എന്ത് നടന്നിട്ടില്ല? യുദ്ധം നടന്നിട്ടില്ല. പേടി കൊണ്ട് അവരൊന്നാകെ ഇട്ടേച്ച് പോയതാണ്. ഞാൻ പറഞ്ഞു, ഇത് സുസ്ഥിരമായ ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കുന്ന ശരിയായ യുദ്ധത്തിലൂടെ മാത്രം ഉണ്ടാകുന്നതാണ്. അതല്ലാതെ ഒരിക്കലും ഒരാളുടെയും സ്വത്ത് നമുക്ക് ഹലാലല്ല. സ്വത്തിന് ഹുർമത്തുണ്ട്, സമ്പത്തിന് ഹുർമത്തുണ്ട്. അതുപോലെ രക്തത്തിന് ഹുർമത്തുള്ളതുപോലെ മുസ്ലിമീങ്ങളല്ലാത്തവരുടെ രക്തം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാറിലൂടെയും അതുപോലെ പരസ്പര ധാരണകളിലൂടെയും ഒക്കെ ഹറാമായി തീരില്ല, ലംഘിക്കാൻ പാടില്ല, ചൊരയിടാൻ പാടില്ല. യഥാർത്ഥ ഇസ്ലാമിക ഭരണകൂടം നടത്തുന്ന യുദ്ധത്തിലല്ലാതെ അതുപോലെ ഹുർമത്തുണ്ട് ഏതിന്? അവരുടെ സ്വത്തിനും. മുസ്ലിമീങ്ങളുമായി കരാറിലും അതുപോലെ ധാരണയിലും കഴിയുന്ന ആളുകളുടെ സ്വത്തിന് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളല്ലാത്ത അന്യമതസ്ഥരായ ആളുകളുടെ സ്വത്തുകൾ പോലെ യാതൊരു സംശയവുമില്ല, അതിന് ഹുർമത്തുണ്ട്. അത് എടുക്കുക എന്നത് ദുൽമാൻ, അന്യായമായ ദുൽമാൻ, അള്ളാഹുവിൽ മറുപടി പറയേണ്ടി വരുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഈ ആയത്തുകളുടെ തഫ്സീർ നമ്മൾ പറയുമ്പോൾ അക്കാര്യം മറക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധമില്ലാതെ മുശ്രിക്കുകൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇട്ടുപോകുന്ന സ്വത്തുക്കൾ, അതിനാണ് ഫൈ എന്ന് പറയുക. ഗനീമത്ത് എന്നാൽ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്നത്. അള്ളാഹു ഗനീമത്തിനും ഫൈഇനും മസ്രിഫുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ചെലവഴിക്കേണ്ടത് ഏത് വകുപ്പിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, സൂറത്തു അൻഫാലിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അള്ളാഹു പറയുന്നു, വഅലമു അന്നമാ ഗനിംതും മിൻ ഷൈഇൻ, അറിയണം നിങ്ങൾ എന്ത് ഗനീമത്തായി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, ഫഅന്ന ലില്ലാഹി ഖുമുസഹു വലിർറസൂലി, അതിൻ്റെ 1/5 അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ്. അതിൻ്റെ 1/5 ആർക്കാണ്? അള്ളാഹുവിനും അവൻ്റെ റസൂലിനാണ്. ഇതിനാണ് ഖുമുസ് എന്ന് പറയുക. ഫർദുൽ ഖുമുസ് 1/5, 5 മസ്രിഫുകളാണ് ഇതിനുള്ള, 5 ഭാഗത്താണ് ചെലവഴിക്കേണ്ടത്. അള്ളാഹുവിനും അവൻ്റെ റസൂലിനും എന്ന് പറഞ്ഞാൽ, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് ചെലവഴിക്കും. മുസ്ലിമീങ്ങളുടെ പൊതുവായ നന്മക്ക് വേണ്ടി ഇക്കാര്യങ്ങൾ ചെലവഴിക്കും, പൊതുവായ നന്മക്ക് വേണ്ടി. വലിദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി. ആരാണ് ഈ അടുത്ത ബന്ധുക്കൾ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ്. ബനു ഹാഷിം വ ബനു അൽ മുത്തലിബ്, ബനു ഹാഷിമിനും ബനു മുത്തലിബിനും നബി കുടുംബം ആലുബൈത്ത് അവർക്കുള്ളതാണത്. കാരണം എന്താ? അവർക്ക് സക്കാത്ത് പറ്റൂല. അവർക്ക് എന്ത് കിട്ടൂല? സക്കാത്ത് സ്വീകരിക്കാൻ നബി കുടുംബത്തിന്, ആലുബൈത്തിന് പാടില്ല. സക്കാത്തും സദഖയും അവർക്ക് പറ്റൂല. എന്നാൽ സമ്മാനമായി കൊടുക്കുന്നത് അവർക്ക് സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നബിയുടെ കുടുംബമോ അതുപോലെ ഹാഷിം സന്തതികൾ, മുത്തലിബ് സന്തതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ്. മുഹമ്മദുൻ ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണ് അബ്ദുൽ മുത്തലിബും അതുപോലെ ഹാഷിമും. ഇവരുടെ പരമ്പരയിൽപ്പെട്ടവർക്ക് സകാത്തില്ല. അതുകൊണ്ട് അവർക്ക് എന്തുണ്ട്? ഖുമുസുണ്ട്. ഈ ഫൈയിൽ നിന്ന്, ഗനീമത്തിൽ നിന്ന് 1 അവർക്കുണ്ട്. മൂന്നാമത്തേത് വൽ യതാമ, യതാമാരാൻ യതീമുകൾ. വൽ മസാകീൻ, 4 മിസ്കീനുകൾ, സാധുക്കളായ ആളുകൾ. 5 വബിനിസ് സബീൽ, വഴിയാത്രക്കാരായ ആളുകൾ. ഇത് സൂറത്തു അൽ അൻഫാലിലെ 41-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിനും റസൂലിനും നബി കുടുംബത്തിനും യതീമുകൾക്കും മിസ്കീനുകൾക്കും ഇബ്നു സബീലിനും വഴിയാത്രക്കാർക്കും. നോക്കൂ, തൊട്ടടുത്ത ആയത്ത് ഇതാ ഈ സൂറത്തിൽ, മാ ഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറ ഫലില്ലാഹി വലിർറസൂലി വലിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ വബിനിസ് സബീൽ. നാം സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞ അതേ മസ്രിഫുകൾ. അപ്പോൾ ഇതാണ് ഫൈഇനെ കുറിച്ചുള്ള ആയത്താണ് ഈ സൂറത്തിലുള്ളത്. ഫൈ എന്നാൽ യുദ്ധത്തിലല്ലാതെ ഈ ഇസ്ലാമിക ഭരണകൂടത്തിന് മുന്നിൽ ഭയപ്പെട്ട് യുദ്ധമില്ലാതെ ഇട്ടുപോകുന്ന ആളുകൾ, ആ യുദ്ധാർജിത അങ്ങനെ ഉള്ള സ്വത്ത്, അതിനാണ് ഫൈ എന്ന് പറയുക. അള്ളാഹു പറയുന്നു, വമാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു അവൻ്റെ റസൂലിന് ഫൈ ആക്കി കൊടുത്തതെന്തോ, മിൻഹും അവരിൽ നിന്ന്, അഥവാ ബനൂ നദീർ ഗോത്രത്തിൽപ്പെട്ട ഈ അഹ്ലുൽ കിതാബിൽപ്പെട്ട യഹൂദികളായ കാഫറുകളിൽ നിന്നും അള്ളാഹു നബിക്ക് ഫൈ ആയി കൊടുത്തതെന്തോ,
ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിൻ വലാ റികാബിൻ, നിങ്ങൾ അതിനു വേണ്ടി ഓടിച്ചിട്ടില്ല കുതിരയോ ഒട്ടകമോ, നിങ്ങൾ അതിനു വേണ്ടി കുതിരപ്പടയോ ഒട്ടകപ്പടയോ ഒന്നും നയിച്ചിട്ടില്ല. ഫമാ ഔജഫ്തും, ഔജഫ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യുദ്ധത്തിന് വേണ്ടി വേഗത്തിൽ കുതിരയെ അതുപോലെ ഒട്ടകത്തെ ഒക്കെ ഓടിക്കുക, അതിനാണ് ഔജഫ എന്ന് പറയുക. നിങ്ങൾ ഓടിച്ചിട്ടില്ല അലൈഹി അതിനു വേണ്ടി മിൻ ഖൈലിൻ കുതിരയെയോ വലാ റികാബിൻ, റികാബ് എന്താണ്? ഒട്ടകം. അതിനെയോ നിങ്ങൾ ഓടിച്ചിട്ടില്ല. വലാകിൻ അല്ലാഹ, പക്ഷേ അല്ലാഹുവാണ് യുസല്ലിതു റുസുലഹു അലാ മൻ യശാ, അല്ലാഹുവാണ് യുസല്ലിതു അധികാരം നൽകുന്നവൻ, സുൽത്തത്ത് നൽകുന്നവൻ, റുസുലഹു അവന്റെ റസൂലുകൾക്ക് അലാ മൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മേൽ. ബനൂ നദീർ ഗോത്രത്തിന് മുകളിൽ അള്ളാഹു ഉദ്ദേശിച്ചു അവന്റെ റസൂലുകളിൽപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം നൽകാൻ അള്ളാഹു നൽകി. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അള്ളാഹു എന്താണോ അവന്റെ റസൂലിന് ഫൈ ആയി നൽകിയത്. ഈ ആയത്തിൽ പറയുന്നത് ഇതിന്റെ മസ്രിഫാണ്, മസാരിഫുൽ ഫൈ. ഇതിനെന്തു പറയും? മസാരിഫുൽ ഫൈ. ഫൈ ചെലവഴിക്കേണ്ട വകുപ്പുകൾ, മാർഗങ്ങൾ, സക്കാത്തിന് 8 അവകാശികൾ ഉള്ളതുപോലെ. മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, അല്ലാഹു അവന്റെ റസൂലിന് കീഴ്പ്പെടുത്തി കൊടുത്തതെന്തോ, മിൻ അഹ്ലിൽ ഖുറ, ആ നാട്ടുകാരിൽ നിന്ന് ഏത് പ്രദേശവാസികളിൽ നിന്ന് അവന്റെ റസൂലിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുക്കുന്നതെന്തോ, ഫലില്ലാഹി വലിർ റസൂൽ, അത് അള്ളാഹുവിനും റസൂലിനും ഉള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ മസ്രിഫ്. അള്ളാഹുവിന് ആളുകളുടെ സമ്പത്ത് കൊണ്ടൊന്നും കൂടാനോ കുറയാനോ ഇല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണത്. അള്ളാഹിൻ്റെതാണ് ആകാശവും ഭൂമിയും അതിലുള്ള ഖജനാവുകളുമെല്ലാം. അള്ളാഹ് തന്നതേ എല്ലാവരുടെ കയ്യിലുള്ളൂ. അള്ളാഹു തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ പോകുന്നതേ എല്ലാവരുടെ കയ്യിലുമുള്ളൂ. നസ്അലുല്ലാഹൽ ആഫിയ. വലിദിൽ ഖുർബ, അതുപോലെ ബന്ധുക്കൾക്ക്. ഇതാരുടെ ബന്ധുക്കളാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കൾ. ബനു ഹാഷിം വ ബനുൽ മുത്തലിബ്, മുത്തലിബിൻ്റെ മക്കൾ, ഹാഷിമിൻ്റെ മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഉണ്ടാകും. പക്ഷേ കുടുംബ ബന്ധം കൊണ്ട് നബിയുടെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനില്ലെങ്കിൽ കുടുംബ ബന്ധം കൊണ്ട് യാതൊരു കാര്യമില്ല. യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ ഫഇന്നി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, ഫാത്തിമ സ്വന്തം തടി നരകത്തിൽ നിന്ന് കാത്തോളൂ, അള്ളാഹുവിൽ നിന്ന് നിനക്കൊന്നും നേടിത്തരാൻ എനിക്ക് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞ വാക്കാൻ. പിന്നെ ഖിയാമത്ത് നാൾ വരെ ദീന് സ്വീകരിക്കാതെ ശിർക്കും ഖുറാഫാത്തും ബിദഅത്തൊക്കെ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അള്ളാഹുവിൽ പ്രയോജനം ചെയ്യുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ സ്വീകരിച്ചാൽ അത് പ്രയോജനപ്പെടും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബത്തഅ ബിഹി അമലു ലം യുസ്ര ബിഹി നസബു, ആരുടെയെങ്കിലും അമല് പതുക്കുകയാണെങ്കിൽ അവന്റെ തറവാട് അവനെയും കൊണ്ട് വേഗം പോവുകയില്ല, അമലിനനുസരിച്ചിട്ടേ പോവുകയുള്ളൂ. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് ബാധകമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ ആസർ മുശ്രിക്കായിരുന്നു, അള്ളാഹുവിൻ്റെ ശത്രുവായിരുന്നു എന്ന് ഖുർആനല്ലേ, അള്ളാഹു പറഞ്ഞതല്ലേ. അപ്പം ഇങ്ങനെ നബിമാരുടെ ബന്ധുത്വം അത് പ്രയോജനപ്പെടുകയില്ല. അബൂലഹബ് ആരാ? റസൂലുള്ളാഹിന്റെ അമ്മാൻ, ഉപ്പാന്റെ സഹോദരനാണ്, മുതാബൻ. മാഫി ഫായിദ, ഒരു ഉപകാരവുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അവിടുത്തെ ദീൻ സ്വീകരിച്ചവർക്കേ ആ ഫദ്ലുള്ളൂ. ദീൻ സ്വീകരിച്ചവർക്ക് നബിയുടെ കുടുംബമാണെങ്കിൽ അത് ഖൈറാണ്. നബിയുടെ കുടുംബമാണെന്ന് അവകാശപ്പെടുന്ന ആളുകളെ വല്ലാഹു തആല ആലം, അള്ളാഹുവിനാണ് അതിൻ്റെ ഹഖീഖത്ത് അറിയുക. നമ്മളത് നിഷേധിക്കാനോ നമ്മളത് സത്യപ്പെടുത്താനോ പോകുന്നില്ല. നമ്മളത് നിഷേധിച്ച് അവരുടെ തറവാടിനെ കുത്തി പറയാനോ നമ്മളത് സത്യപ്പെടുത്താനോ പോകുന്നില്ല. വല്ലാഹു ആലം, വല്ലാഹു ആലം. സനദ് കൊണ്ട് സ്ഥിരപ്പെട്ട ആളുകൾ അവരുടെ പരമ്പര അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ചേർക്കപ്പെടുമെങ്കിൽ അത് ശരി തന്നെയാണ്, സംശയമില്ല. ഇത് ശരി തന്നെയാണ്, സംശയമില്ല. പക്ഷേ മാനദണ്ഡം അവർക്ക് ഫദ്ൽ ലഭിക്കുക, അവർ നബി കുടുംബത്തിൽപ്പെട്ടു എന്നതിൻ്റെ ഫദ്ൽ അത് ശോഭിച്ച് നിൽക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവർ സ്വീകരിച്ചാലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അവർ സ്വീകരിച്ചാലാണ്. നബി കുടുംബത്തിന് പ്രത്യേകതയുണ്ട്, അതിൽ സംശയമില്ല. നബിയുടെ കുടുംബത്തിന് പ്രത്യേകതയുണ്ട് എന്നതിൽ സംശയമില്ല. ആലുബൈത്ത്, ആലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് വലിയ യതാമ, യതീമുകൾ. ഇമാം ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ ഉംദത്തുൽ ഫിഖ് എന്ന കിതാബിൽ പറഞ്ഞു, യതാമ എന്നാൽ മസാക്കീനുൽ യതാമ, സാധുക്കളായ യതീമുകൾ. യതീം എന്ന് പറഞ്ഞാൽ ആരാണ്?
പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചുപോയവർ അവർക്കാണ് യതീം എന്ന് പറയാം. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരിച്ചവർ. പ്രായപൂർത്തിയായിട്ട് പിന്നെ ഞാൻ യതീമാണെന്ന് ആരും പറയരുത്. മനസ്സിലായില്ലേ? ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ചോദിച്ചു, അപ്പോൾ യതീം മക്കളെ കല്യാണം എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം എന്താ, അത് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് പറയരുത്, യതീം എന്ന് പറയാം. അത് യതീമല്ല. സാധുക്കളാണെങ്കിൽ ശരി, അങ്ങനെ സഹായിച്ചോളൂ, സംശയമില്ല, നല്ലത് തന്നെ. പക്ഷെ യതീം എന്ന് ഇസ്ലാമിൻ്റെ ശറയിൽ പറയുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ ഉപ്പ മരണപ്പെട്ട ആളുകൾക്കാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ. പെൺകുട്ടികൾ പ്രായപൂർത്തി വളരെ നേരത്തെ ആയേക്കും, എങ്കിലും പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ യതീം എന്ന് പറയുകയില്ല. യതീമിനെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിൽ വലിയ പുണ്യകരമായ കാര്യമാണ്. അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രണ്ട് വിരലുകൾ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ യതീമിനെ സംരക്ഷിക്കുക, യതീമിനോട് നല്ല നിലക്ക് പെരുമാറുക എന്നത് വളരെ ഖൈറായ കാര്യമാണ്. മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം അതാണ്. യതീം മക്കളെ സഹായിക്കുക എന്നത് മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണ്. കേരളത്തിൽ MK ഹാജി റഹിമഹുല്ലാ, അദ്ദേഹം കേരളത്തിൽ ആദ്യത്തെ യതീംഖാന ആരംഭിക്കുകയും ഒരുപാട് മക്കൾ, അദ്ദേഹത്തിൻ്റെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് അദ്ദേഹം മലബാറിൽ പണ്ട് കോളറ ഉണ്ടായപ്പോൾ യതീം മക്കളായ ഒരുപാട് ആളുകളെ സ്വന്തം വീട്ടിൽ അദ്ദേഹം താമസിപ്പിച്ച് സഹായിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ MK ഹാജി റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. അപ്പോൾ ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണത്, സാധുക്കളെയും യതീം മക്കളെയും ഒക്കെ സഹായിക്കുക എന്നത്. ഈ യതീമുകൾക്ക് ഫൈഇൽ ഒരവകാശമുണ്ട്. വൽ മസാക്കീൻ എന്നാൽ മിസ്കീനുകൾ, സാധുക്കൾ, സ്വന്തം ആവശ്യത്തിന് തികയാത്തവർ, അതാണ് മിസ്കീനുകൾ. വബിൻ സബീൽ, വഴിയാത്രക്കാർ. ചിലപ്പോൾ അവൻ്റെ നാട്ടിൽ അവൻ പണക്കാരനായിരിക്കും, പക്ഷെ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ അവൻ എത്തിയപ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ലാതായി പോയേക്കാം. നമ്മുടെ നാട്ടിൽ വലിയ പൈസയുള്ള ആളുകൾ ചിലപ്പോൾ ഗൾഫിലും മരുഭൂമിയിലൊക്കെ പെട്ടുപോകാറുണ്ടല്ലോ. അത് ഇബ്നു സബീലാണ്. അവർക്ക് സക്കാത്തിൽ നിന്നും അതുപോലെ ഇതുപോലുള്ള വകുപ്പിൽ നിന്നൊക്കെ അവകാശമുണ്ട്. നാട്ടിൽ ചിലപ്പോൾ അയാൾ പണക്കാരനാണെങ്കിലും. കൈ ലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തിനാണിത്? കൈ ലാ യകൂന, ഇത് ആയിത്തീരാതിരിക്കാൻ, ഈ സമ്പത്ത് ആയിത്തീരാതിരിക്കാൻ, ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, നിങ്ങളിലെ പണക്കാരുടെ ഒരു ദൂലത്തായി ഇത് മാറാതിരിക്കാൻ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഇബ്നു കസീർ പറയുന്നു, ഐ ജഅൽനാ ഹാദിഹിൽ മസാരിഫ ലിമാലിൽ ഫൈഇ, ഈ ഫൈഇന് വേണ്ടി നാം ഇങ്ങനെ മസ്രിഫുകൾ നിശ്ചയിച്ചത്, ചെലവഴിക്കാനുള്ള വഴികൾ, സങ്കേതങ്ങൾ നിശ്ചയിച്ചത്, കൈല യബ്ഖാ മഅ്കലതൻ, ഇതിങ്ങനെ തിന്നാനുള്ള ഒരു വകുപ്പായി ബാക്കിയാകാതിരിക്കാൻ, യതഗല്ലബു അലൈഹൽ അഗ്നിയ, പണക്കാർ അതിന്മേൽ അധികാരം, അവർക്കതിന്മേൽ ഒരു സ്വാധീനം കിട്ടി, അവർക്ക് തിന്നാൻ മാത്രം. വയതസറഫൂന ഫീഹാ ബിമഹ്ദി ശഹവാതി വൽ ആറാ, അവരുടെ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഇങ്ങനെ തോന്നിയതുപോലെ തീർക്കുക എന്നതാകാതിരിക്കാൻ. വലയസ്രിഫൂന മിൻഹു ശൈഅൻ ഇലൽ ഫുഖറ, പാവങ്ങൾക്ക് അവരൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥ വരാതിരിക്കാനാണ് അള്ളാഹു ഇത് ചെയ്തിട്ടുള്ളത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് നിങ്ങളോട് വിലക്കിയോ ഫൻതഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇനി സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഫൈഇ ഉണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ ഈ ഫൈഇ എങ്ങനെയായിരുന്നു ചെലവഴിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് ഹദീസുകളിൽ വന്ന ചില കാര്യങ്ങൾ വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. നസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാനത് അംവാലു ബനി നദീർ മിമ്മാ അഫാ അല്ലാഹു അലാ റസൂലിഹി, ബനു നദീറിൽ നിന്ന് കിട്ടിയ സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഫൈആയി കൊടുത്തതാണ്. മിമ്മാ ലം യൂജിഫിൽ മുസ്ലിമൂന അലൈഹി ബിഖൈലിൻ വലാ റികാബ്, മുസ്ലിമീങ്ങൾ അതിനു വേണ്ടി ഒട്ടകത്തെ കുതിരയെ ഓടിച്ചിട്ടില്ല. ഫകാനത്തിൽ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലിസ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാലിസായിരുന്നു, നബിക്ക് പ്രത്യേകമായിരുന്നു, നബിക്ക് പ്രത്യേകമുള്ളതായിരുന്നു. ഫകാന യുൻഫിഖു അലാ അഹ്ലിഹി മിൻഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന്
തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നു. നഫഖത സനതിഹി, ഒരു വർഷത്തെ ചെലവ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊടുത്തത് അതിൽ നിന്ന് നബി അവിടുത്തെ കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേക്കുള്ളത് മാറ്റിവെക്കുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുണ്ട്, ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി കുറച്ചു കാലത്തേക്കുള്ള സ്വത്ത് അവിടെ മാറ്റിവെക്കുക എന്നത് തെറ്റല്ല, അത് തവക്കുലിനെതിരല്ല. അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കിട്ടിയൊക്കെ ഇന്ന് അടിച്ചു തീർക്കണം എന്നല്ല, നാളേക്ക് ബാക്കി വെക്കുക എന്നത് ഇമാമുൽ മുതവക്കിലീൻ, തവക്കുലാക്കുന്നവരുടെ ഇമാമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടുന്ന് നീക്കി വെച്ചത് പലപ്പോഴും വേഗം വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു അവിടുത്തെ സദഖ കാരണത്താൽ. പക്ഷെ നീക്കി വെക്കുക എന്നത് ഇസ്ലാമിൽ ഉള്ള കാര്യമാണ്, ഖൈറായ കാര്യമാണ്. ജനങ്ങളോട് ഇറക്കണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബി വഖാസിനോട് പറഞ്ഞതുപോലെ, നീ നിന്റെ മക്കളെ അഗ്നിയായി, കയ്യിൽ അവനവന് വേണ്ടത് ഉള്ള ധനികരായി ഉപേക്ഷിച്ചു പോകലാണ്, അവർ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന ആളുകളായി നീ മരിച്ചു പോകുന്നതിനേക്കാൾ നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബി വഖാസിനോട് പറഞ്ഞിട്ടുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു ഒരു രോഗം വന്നു, അവിടുന്ന് വിചാരിച്ചു ആ രോഗത്തോടെ താൻ മരിച്ചു പോകുമെന്ന്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹു ശിഫ കൊടുത്തു. അവിടെയാണ് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബി ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തോട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, എന്നാൽ പകുതി വേണ്ട, എന്നാൽ 1/3 സുലുസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസുലുസു കസീർ, അതെ സുലുസ് ആയിക്കോട്ടെ, 1/3 ആയിക്കോട്ടെ, 1/3 തന്നെ ധാരാളമാണ്, 1/3 തന്നെ ധാരാളമാണ്. അതുകൊണ്ട് ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ അയാൾക്ക് അയാളുടെ സ്വത്തിൽ നിന്ന് വസിയത്ത് ചെയ്യണമെങ്കിൽ, വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ മരണശേഷം കൊടുക്കണം എന്ന് ഒരാൾക്ക് വസിയത്ത് ചെയ്യണമെങ്കിൽ 1/3 കൂടുതൽ പാടില്ല. ഏറ്റവും ഖൈർ 1/3 നിന്ന് കുറച്ച് കുറക്കലാണ്, 4/1 മറ്റോ ആക്കലാണ് കൂടുതൽ ഖൈർ. കാരണം നബി എന്ത് പറഞ്ഞു? റസൂലുസു കസീർ, 1/3 ധാരാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അധികമാണെന്ന് നബി പറഞ്ഞു, എന്നാൽ അത് അനുവദിച്ചു. പക്ഷേ വസിയത്ത് ആർക്ക് പാടില്ല? ആർക്ക് കൊടുക്കരുത്? അവകാശികൾക്ക് വസിയത്തില്ല. അവകാശികൾക്ക് ആരെങ്കിലും വസിയത്ത് ചെയ്താൽ അത് ബാത്തിലാണ്, അത് നടപ്പിലാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വസിയത ലിവാരിസിൻ, വാരിസിന് വസിയത്തില്ല. വാരിസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരാൾ മരിച്ചാൽ, ഞാൻ ഇപ്പം ഇന്ന് മരിച്ചാൽ എൻ്റെ കയ്യിലുള്ള സ്വത്ത് ആർക്കൊക്കെ വീതം വെക്കണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ കിതാബിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ട്. ആരും അതിനു വേണ്ടി പുതിയ നിയമം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ഈ അവകാശികളിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി, ഈ പറഞ്ഞ അവകാശികൾക്ക് വേണ്ടി ഞാൻ എന്ത് മരിക്കാൻ കിടക്കുമ്പോൾ എന്ത് പറയരുത്, ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്ത് ഇന്ന ആൾക്ക്, അതുപോലെ 1/3 മാത്രമേ പാടുള്ളൂ, 1/3 കൂടാൻ പാടില്ല. പക്ഷെ ഇത് തന്നെ എൻ്റെ അവകാശം, അള്ള പറഞ്ഞ അവകാശികൾക്ക് പാടില്ല, അവർക്ക് വസിയത്തില്ല. കാരണം അവർക്ക് അള്ള സ്വത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അവകാശികൾക്ക് പുറത്ത്, അവകാശത്തിന് പുറത്തുള്ളവർക്ക് മാത്രമേ വസിയത്ത് എഴുതി വെക്കാൻ അല്ലെങ്കിൽ പറയാൻ പാടുള്ളൂ. അങ്ങനെയുള്ള വസിയത്ത് മാത്രമേ ഇയാൾ മരിച്ചാൽ ആളുകൾ നടപ്പിലാക്കാൻ പാടുള്ളൂ, അല്ലാത്തത് ബാത്തിനാണ്. 1/3 കൂടുതൽ ആരെങ്കിലും ചെയ്തു വസിയത്ത്, അയാളെ വസിയത്ത് നടപ്പിലാക്കാൻ പറ്റൂല, ബാത്തിലാണ്. അതുപോലെ അനന്തരാവകാശിക്ക് വേണ്ടി ആരെങ്കിലും വസിയത്ത് ചെയ്തു മരിച്ചാൽ അത് ബാത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്തോളൂ, നീതി പാലിച്ചിട്ട് കൊടുത്തോളൂ, നീതി പാലിച്ചിട്ട് മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടിക്കാതെ കൊടുത്തോളൂ. പക്ഷെ മരണത്തിന് ശേഷം വസിയത്ത് ആർക്കേ പാടുള്ളൂ? പുറത്തുള്ളവർക്ക്, അവകാശികളല്ലാത്തവർക്ക്. ലാ വസിയത ലിവാരിസിൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അള്ളാഹു നിശ്ചയിച്ചതാണിത്, മിറാസ്, അനന്തര സ്വത്ത് അള്ളാഹ് നിശ്ചയിച്ചത്. ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഇൽമാണ് ഇൽമുൽ മിറാസ്, അനന്തര സ്വത്തിനെ സംബന്ധിച്ചുള്ള നിയമം. പല പണ്ഡിതന്മാരും ഖുർആൻ പഠിച്ചിട്ട് ഹദീസ് പഠിക്കാൻ വേണ്ടി വന്നവരുടെ ശിഷ്യന്മാരോട് പോയി ഇൽമുൽ മിറാസ് പഠിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിച്ചിട്ട് ഹദീസ് പഠിക്കുന്നതിന് മുമ്പ് എന്ത് പഠിക്കണം? ഇൽമുൽ മിറാസ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രാധാന്യമുള്ള ഒരു ഇൽമാണത്. ആളുകൾക്ക് പലപ്പോഴും ഇന്ന് അതിൽ വളരെ വലിയ ജഹലിലാണ് പല മുസ്ലിമീങ്ങളും അതിലുള്ളത്. അല്ലമനില്ലാഹു വയ്യാക്കും, അള്ളാഹു നമ്മെ നല്ലത് പഠിപ്പിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് നടപ്പിലാക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ മരിക്കാൻ കിടക്കുമ്പോൾ
അവരുടെ മക്കളോട് ദുൽമ ചെയ്യും. ഏതെങ്കിലും മക്കളോടുള്ള ദേഷ്യം കൊണ്ട് അവന് കൊടുക്കാതിരിക്കാൻ വേണ്ടി മരിക്കാൻ കിടക്കും ആർക്കെങ്കിലുമൊക്കെ കൊടുത്തേക്കും. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്താ അറിയോ? അയാളുടെ അന്ത്യമാണ് മോശമായത്, അയാളുടെ ഖാത്തിമ മരണം മോശമായി. കാരണം എന്താ? ഒരു ദുൽമ ചെയ്തിട്ടാണ് മരിച്ചു വന്ന്. അവസാനത്തെ ആമൽ അത് നല്ലതായിരിക്കണ്ടേ? ഇങ്ങനെയുള്ള ആളുകളുടെ അവസാനത്തെ ആമൽ എന്തായി പോവും? അവസാനത്തെ ആമൽ ദുൽമാണ് ചെയ്തത്. അപ്പം അത് ഈ ആളുകൾ ചെയ്യുന്ന ദുൽം. അതുപോലെ അവകാശം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ ചില ദുൽമയും ആളെ കൊന്നുകളയാം. ഇതിനു വേണ്ടി അവകാശം വേഗം കിട്ടാൻ വേണ്ടി. അവൻ ഇസ്ലാമിൽ അവകാശമില്ല. ഖാത്തിൽ കൊലപാതകിക്കെന്തില്ല? മീറാത്തില്ല. അവൻ്റെ കൊലപാതകത്തോടെ അവൻ്റെ മീറാത്ത് തടയപ്പെട്ടു. മാനുഉൽ ഇർസ് എന്നൊരു വകുപ്പുണ്ട്, ഇൽമുൽ മീറാത്ത് തടയുന്ന വകുപ്പ് കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് ഒന്ന് കുഫർ. ഇസ്ലാം അത് പുറത്തുപോയി. അവൻ പിന്നെ മുസ്ലിമായ ആളുടെ സ്വത്ത്, മുസ്ലിമായ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വത്ത് അവനില്ല. അതുപോലെ അതിൽപ്പെട്ടതാണ് ഖത്ൽ, കൊലപാതകം. കൊലപാതകിക്കെന്തില്ല? മീറാത്തില്ല. കാരണം ഒരു ഖാഇദ ഉണ്ട്, ഒരു അടിസ്ഥാന നിയമമുണ്ട്. മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനിഹി ഊഖിബ ബിഹിർമാനിഹി. മൻ തഅജ്ജല ബിശൈഇൻ ഖബ്ല അവാനിഹി ഊഖിബ ബിഹിർമാനിഹി. ആരെങ്കിലും തനിക്ക് വന്നു കിട്ടേണ്ടത് അതിൻ്റെ നേരമാകും മുന്നേ കിട്ടാൻ വേണ്ടി ധൃതി കാണിച്ചാൽ ഊഖിബ ബിഹിർമാനിഹി, അവനുള്ള ശിക്ഷ എന്താ? അത് തീരെ കിട്ടാതിരിക്കുക എന്നതാണ്. ഊഖിബ ബിഹിർമാനിഹി, നസ്അലുല്ലാഹു അൽ ആഫിയ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് വേണ്ടി ഒരു വർഷത്തേത് മാറ്റിവെച്ചിരുന്നു. ഉമർ പറയുന്നു വമാ ബഖിയ, എന്നിട്ട് ബാക്കിയായത് ജഅലഹു ഫിൽ ഖുറാഇ വസ്സിലാഹി ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാ അഥവാ കുതിരകളെ വാങ്ങാൻ, വസ്സിലാഹ് ആയുധങ്ങൾ വാങ്ങാൻ, ഫീ സബീലില്ലാഹ് അള്ളാഹിൻ്റെ മാർഗത്തിലേക്കുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാൻ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലവനായിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവഴിച്ചിരുന്നു. ഇത് മുസ്ലിമീങ്ങളുടെ പൊതുവായ നന്മയാണ് അതെല്ലാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഫൈഉമായി ബന്ധപ്പെട്ട വേറെയും ചില ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാനുണ്ട്. അത് അടുത്ത ആഴ്ച ആവാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.